ലേണേഴ്സ് ലൈസൻസ് ഇല്ലാതെ പൊതുനിരത്തിൽ ഒറ്റയ്ക്ക് വാഹനം ഓടിക്കുന്നതോ സ്വയം ഓടിക്കാൻ പഠിക്കുന്നതോ ശിക്ഷാർഹമാണ്. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടുകൂടി ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ ശിക്ഷണത്തിൽ ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കും. നിങ്ങൾ കാറിന്റെ ലൈസൻസ് എടുക്കാനായിട്ടുള്ള റോഡ് ടെസ്റ്റിനെ പേടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുള്ളത് നിങ്ങളുടെ വാഹനം ഒരു ചെറിയതോ വലിയതോ കയറ്റത്ത് വണ്ടി നിങ്ങൾ നിർത്തിയിട്ട് മുന്നോട്ട് എടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇതുപോലെയുള്ള കയറ്റങ്ങളെ പേടിക്കുന്നവരാണ്. കാരണം കയറ്റത്ത് ഒരു വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ പലർക്കും റോഡ് ടെസ്റ്റിൽ ഒരു വണ്ടി എടുക്കാനായിട്ട് അറിയത്തില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാറിൻ്റെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പലരും ഏറ്റവും അധികം പേടിക്കുന്ന റോഡ് ടെസ്റ്റിലെ ഒരു സിറ്റുവേഷനാണ് വാഹനം കയറ്റത്ത് നിർത്തി ബാക്കിലേക്ക് വണ്ടി പോകാതെ മുന്നോട്ടെടുക്കുക എന്നുള്ളത്. എന്നാൽ തുടക്കക്കാരായ പലർക്കും തന്നെ കാറിന്റെ റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വണ്ടി വലിയ കയറ്റത്ത് നിർത്തിയിട്ട് മുന്നോട്ടെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ വാഹനം ഓഫായി പോകുന്ന ഒരു പ്രോബ്ലം തുടക്കക്കാർക്ക് വരാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സിൽ എഴുതിയിടുക. നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ വാഹനം ഇതുപോലെ ഒരു കയറ്റത്ത് സൈഡ് ഒതുക്കി വാഹനം കിടക്കുകയാണ്. നിങ്ങൾക്ക് വണ്ടി കയറ്റത്ത് എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യം വരുന്നു. അപ്പം നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ഒരു കാരണവശാലും ആദ്യം കയറി ക്ലച്ച് ചവിട്ടരുത്. കാരണം തുടക്കക്കാർക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ വലത്തെ കാലെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുക. കാരണം കയറ്റമായതുകൊണ്ട് നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതിരിക്കാനായിട്ട് ഫസ്റ്റ് വലത്തെ കാല് ബ്രേക്കിനോട് ചേർത്ത് ബ്രേക്കിൽ ഇങ്ങനെ ചവിട്ടി പിടിക്കുക. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ വണ്ടി കുറച്ചെങ്കിലും വണ്ടി ബാക്കിലേക്ക് റോൾ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്കിൽ ചെറുതായിട്ടൊന്ന് അമർത്തി പിടിച്ചേക്കുക. എന്നിട്ട് ക്ലച്ച് അങ്ങോട്ട് പൂർണ്ണമായിട്ട് ചവിട്ടുക. ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്ക് ആയതുകൊണ്ട് പേടിക്കേണ്ട, വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല. എങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്ക് ഒന്ന് ചവിട്ടുക, ക്ലച്ച് ചവിട്ടുക. നമുക്ക് കയറ്റത്തൊരു വാഹനം ശരിക്കും പറഞ്ഞാൽ രണ്ട് രീതിയിലെടുക്കാം. ഒന്ന്, നമുക്ക് കയറ്റത്ത് നോർമലായിട്ട് ഹാഫ് ക്ലച്ചേ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വാഹനം എടുക്കുക എന്നുള്ളത്. അപ്പോൾ ആ രണ്ട് മെത്തേഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഹാൻഡ് ബ്രേക്ക്, എൻ്റെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഞാനൊന്ന് റിലീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി ഹാൻഡ് ബ്രേക്കിലാണ് വാഹനം കിടക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങനെ പിടിച്ച് നേരെ താഴോട്ട് താഴ്ത്തരുത്. ഹാൻഡ് ബ്രേക്ക് റിലീസ് ആകത്തില്ല. തുടക്കക്കാർക്ക് സംഭവിക്കുന്ന അബദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ബ്രേക്കിന് ഈ ഒരു ഭാഗത്ത് പിടിക്കുക, നേരെ മുകളിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വലിക്കുക. വലിക്കുമ്പോൾ ഇതുകൊണ്ട് ഈ ലോക്ക് ബട്ടൺ പതിയെ അയഞ്ഞു കിട്ടും. അല്ലാതെ നമ്മൾ പിടിച്ചു കിട്ടിയാൽ ഈ ലോക്ക് ബട്ടൺ അയത്തില്ല. ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വലിക്കുക. എന്നിട്ട് ഈ ലോക്ക് ബട്ടനെ ഇതുകൊണ്ട് ഞെക്കി പിടിക്കുന്നു, നമ്മൾ താഴോട്ട് താഴ്ത്തുന്നു. ഇപ്പം നമ്മളുടെ വാഹനത്തിന് ഹാൻഡ് ബ്രേക്ക് റിലീസ് ആക്കിയിട്ടുണ്ട്. പൂർണ്ണമായിട്ട് താഴോട്ട് റിലീസ് ചെയ്ത് കൊടുക്കും. ഒരു കാരണവശാലും ഹാൻഡ് ബ്രേക്ക് കുറച്ചുപോലും നിൽക്കരുത്. കാരണം നമ്മൾ കയറ്റത്തെടുക്കുമ്പോൾ വണ്ടിയുടെ ബാക്കിലെ രണ്ട് ടയർ ലോക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് വലത് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുകയാണ്. നമ്മൾ വാഹനം ഇവിടുന്ന് റോഡ് ടെസ്റ്റിന് വണ്ടി എടുക്കുകയാണ്. അപ്പം വലത് സൈഡിലേക്കുള്ള ഹാൻഡ് സിഗ്നൽ കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ സെന്റർ മിറർ, റൈറ്റ് സൈഡിലെ മിറർ ചെക്ക് ചെയ്യുന്നു. പുറയുന്ന വണ്ടികളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ ഇനി ഇവിടെ എടുക്കാൻ പോവാണ്. എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്കിൽ നിന്ന് കാൽ ഒരു കാരണവശാലും റിലീസ് ചെയ്യാൻ പാടില്ല. ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ അയച്ച് നമ്മൾ വാഹനത്തിന്റെ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റ്, അതായത് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന ബൈറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഇടത്തെ കാല് ജസ്റ്റ് ഫ്രീ ആക്കുക. ഇതുപോലെ ക്ലച്ചിൽ നിന്ന് കാല് നമ്മൾ പതുക്കെ റിലീസ് ചെയ്യുന്നു. കാല് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ കാലിന്റെ എൻഡ് ഭാഗം ഫ്ലോറിൽ വെക്കാതെ ഫ്രീ ആക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലച്ചിനെ കുറച്ച് നന്നായിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഇതേ നിങ്ങൾ നോക്കുക, ഞാൻ ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലിങ്ങോട്ട് അയച്ചു വരികയാണ്. അയച്ചു വരുമ്പോൾ നമ്മൾ വാഹനത്തിന്റെ സൗണ്ട് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ള സൗണ്ട് ആയിരിക്കും. ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വരുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വിറയൽ വരും. ഈ വിറയൽ വരുന്ന ആ പോയിന്റാണ് ബൈറ്റിംഗ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഹാഫ് ക്ലച്ച് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്ന ബൈറ്റിംഗ് പോയിന്റ്. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്ത് വരുവാണ്. വരുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫസ്റ്റ് വിറയൽ തന്നെ ഞാൻ ബാലൻസ് ചെയ്യുന്നു. അതായത് എപ്പോഴാണ് വിറയൽ തുടങ്ങുന്നത് അതൊന്ന് ഞാൻ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്ത് പിടിച്ചതിന് ശേഷം, ഇപ്പം നമ്മൾ ഹാഫ് ക്ലച്ച് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കാണ്. ഈ ബൈറ്റിംഗ് പോയിന്റ് കറക്റ്റ് ആണോ എന്നറിയാനായിട്ട് പതിയെ ബ്രേക്ക് ഒന്ന് അയക്കുക. അതായത് ഈ ബ്രേക്കിന്റെ മുകളിൽ
മുകളിൽ നിന്ന് കാലൊന്ന് അയച്ചു നോക്കുക. അപ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പർ ബൈറ്റിംഗ് പോയിന്റിൽ വന്നില്ല എന്ന് മനസ്സിലാക്കാനായിട്ടാണ് ഈ ടെക്നിക്ക്. എന്നിട്ട് വീണ്ടും നിങ്ങൾ അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ വീണ്ടും ബ്രേക്ക് ചവിട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ഒരു ശകലം വളരെ ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്ത് നമ്മളിതുണ്ടോ കുറച്ചും കൂടെ വാഹനത്തെ വിറപ്പിക്കുന്ന പോയിന്റ് ബാലൻസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് പതിയെ ബ്രേക്ക് ഒന്ന് അയച്ചു നോക്കുക. അയച്ചു നോക്കുമ്പോൾ ചെറിയ കയറ്റങ്ങളാണെങ്കിൽ ഇതുണ്ടോ ക്ലച്ചിൽ തന്നെ നിങ്ങളുടെ വാഹനം ഇതുണ്ടോ കയറ്റത്ത് നിൽക്കും. നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിൽ തന്നെ നിൽക്കുകയാണ്, ചെറിയ കയറ്റത്തെ വാഹനം ക്ലച്ചിൽ തന്നെ നിൽക്കും. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഹാഫ് ക്ലച്ച് പോയിന്റ് ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ ഇതുണ്ടോ മുന്നോട്ട് കൊടുത്തോണ്ട് കയറ്റത്തിന്റെ അളവ് എത്രയാണോ അതനുസരിച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് സാവധാനം അയക്കണം. ഒറ്റയടിക്ക് എടുക്കരുത്, അങ്ങനെ എടുത്താൽ വണ്ടി ജമ്പ് ചെയ്ത് ഓഫായി പോകും. നമ്മൾ ആക്സിലറേഷൻ കൊടുത്തോണ്ട് സാവകാശം ഒരു 2-3 സെക്കൻഡ് കൊണ്ട് ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ചിന്റെ ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് ഒരു നൂൽ പോയിന്റ് പതിയെ അയച്ചു കഴിയുമ്പോൾ നമ്മുടെ വാഹനം മുന്നോട്ട് നീങ്ങും. അതായത് ആക്സിലറേഷനും കൊടുക്കണം, ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് അയച്ച് നമ്മൾ ഇങ്ങനെ എടുക്കണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ചെറിയ കയറ്റത്തിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. എന്നാൽ നിങ്ങൾക്ക് ഇതിലും ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കയറ്റത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ്. അതായത് വലിയ കുത്തനെയുള്ള ഒരു കയറ്റത്താണ് നിങ്ങളുടെ വാഹനം ഇത്തരത്തിൽ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൽ തന്നെ വണ്ടി വലിയ കയറ്റത്ത് നിൽക്കത്തില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തുകയാണ്. ഇപ്പോൾ ഇത്തിരി കൂടെ വലിയ കയറ്റത്താണ് എൻ്റെ വാഹനം നിൽക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്യുന്നു, ബ്രേക്കിൽ ചവിട്ടി ക്ലച്ച് ചവിട്ടി വാഹനത്തെ നിർത്തി ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് നമ്മൾ ചേർത്തിരുന്നു. നമ്മൾ കയറ്റത്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറേ കൊടുക്കാവുള്ളൂ, മറ്റൊരു ഗിയർ മാറിപ്പോകരുത്. ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് കൊടുക്കുന്നു. അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ ഇടത്തെ കാല് ഫ്രീ ആക്കി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്തിട്ട് നമ്മൾ വലിയ കയറ്റങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വണ്ടി ക്ലച്ചെ തന്നെയായിട്ട് നിൽക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കണം. ഈ കൊടുക്കുന്ന സമയം തന്നെ നമ്മൾ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന്, അതായത് നമ്മൾ ബൈറ്റിംഗ് പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടല്ലോ, ആ പോയിന്റ് നമ്മൾ ക്ലച്ച് ശകലം കൂടെ റിലീസ് ചെയ്തിട്ട് ആ നൂൽ പോയിന്റിനെ നമ്മൾ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യണം. ഇപ്പം ഞാൻ ബാലൻസ് ചെയ്ത പോയിന്റ് കറക്റ്റ് അല്ല, കാരണം ഞാൻ ബ്രേക്ക് എടുത്താൽ വണ്ടി ബാക്കിലേക്ക് പോകും, കാരണം വലിയ കയറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള കയറ്റെങ്കിൽ നമുക്ക് ഹാഫ് ക്ലച്ച് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഏകദേശം ഒരു വിറയൽ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ഇവിടെ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ക്ലച്ചിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എവിടെയാണോ ബാലൻസ് ചെയ്ത് വെച്ചേക്കുന്നത് ആ പോയിന്റിൽ നിന്ന് ഒരു പൊടിക്ക് റിലീസ് ചെയ്യുക. ഒരുപാട് വേഗത്തിൽ റിലീസ് ചെയ്യരുത്. കണ്ടോ, അപ്പോൾ നമ്മുടെ വാഹനം ക്ലച്ചിലും ആക്സിലറേഷൻ നിന്നു, അതായത് ആക്സിലറേഷൻ കൊടുത്തു, ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചു. ഇപ്പോൾ എൻ്റെ വാഹനം ശരിക്കും പറഞ്ഞാൽ ബ്രേക്കിൻ്റെ സഹായമില്ലാതെ വലിയ കയറ്റത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും കിടക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഇത് പിടികിട്ടിയാലേ നമുക്ക് കയറ്റത്തോടു കൂടി ഒരു ട്രാഫിക്കിൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുക, വലത് സൈഡിലേക്ക് ഹാൻഡ് സിഗ്നൽ കാണിച്ചിട്ട് എന്ത് ചെയ്യണം, ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് സാവധാനം കാല് റിലീസ് ചെയ്യുക. അപ്പം നമ്മുടെ വാഹനം കണ്ടോ ഇതുപോലെ എടുക്കാനായിട്ട് കഴിയും. ഇനി വീണ്ടും നിർത്തേണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ക്ലച്ച് അങ്ങോട്ട് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വെച്ച് കഴിഞ്ഞാൽ വാഹനം നമുക്ക് ഇതുപോലെ എഞ്ചിൻ ഓഫ് ആകാതെ നിർത്താനായിട്ട് കഴിയുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഒരു വാഹനത്തെ ഹാഫ് ക്ലച്ചിൽ എങ്ങനെ എടുക്കണമെന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചു. ഇനി നിങ്ങൾക്ക് പാർട്ട് 2 ഹാൻഡ് ബ്രേക്ക് ഇട്ട് എങ്ങനെയാണ് വാഹനം കയറ്റത്തെടുക്കുന്നതെന്ന് അടുത്തൊരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. കാരണം ഇപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ് അടുത്ത ഒരു സെക്ഷനായിട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് നിങ്ങളെ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് റോഡ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണോ അത് കമന്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ എഴുതിയിടുക. ഒപ്പം നമ്മുടെ ഇതുപോലെ വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ ഒരു സപ്പോർട്ട് നിങ്ങൾ നൽകുക. അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിൽ ആ ബെല്ലൈക്കണിൽ ഒന്ന് ഓളമർത്തിയും കൂടെ ഒന്ന് കൊടുത്തേക്കുക. അപ്പം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.